നമ്മള് നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ആൾക്കാര്, നമ്മളെ ഏറ്റവും കൂടുതൽ കാര്യങ്ങള് ഷെയർ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ല്ലേ? നമ്മടെ എന്ന് കരുതിയ ആൾക്കാര്, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും മനസ്സിലാക്കി എന്ന് വിചാരിച്ചവര്. അവർക്കല്ലേ ശരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ സാധിക്കുന്നത്. ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കില്ല എന്ന് വിചാരിച്ച ആളുകള്, അവരല്ല ശരിക്കും നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താല്ലേ? ജീവിതം എന്ന് പറയുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തിയ മനുഷ്യർ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേദന തരുന്നത്. എന്നിട്ടും നമ്മൾ വീണ്ടും ഇങ്ങനെ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഏത് ബന്ധത്തിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വേദനിപ്പിക്കുന്നത്, അതിനൊന്നും ഒരു വിലയില്ലാണ്ടായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഓക്കെ അല്ലാത്ത ബന്ധങ്ങളിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ അതിൻ്റെ കാരണം പോലും പറയാതെ തിരിച്ചിറങ്ങുന്ന ചിലർ, അവരിലേക്ക് കാത്തു നിൽക്കുന്ന മനുഷ്യർ, ഇന്നോ നാളെയോ അവർ ഓക്കെ ആവും എന്നുള്ളതിൽ എന്തിനാണ് ഇങ്ങനത്തെ ഫേക്കായിട്ടുള്ള പ്രതീക്ഷകൾ നൽകുന്നത്? എത്ര പറഞ്ഞാലും ചില ആൾക്കാർക്കുണ്ടല്ലോ മനസ്സിലാവില്ല. ഞാൻ അവരെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊരിതിൽ തന്നെ അവർ ഉറച്ചു നിൽക്കും. പക്ഷെ അവർ തിരിച്ചറിയാത്തൊരു സമയമുണ്ട്, ഞാൻ അവരെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ അവരെന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഞാൻ അവർക്കൊരു സമയം പോക്ക് മാത്രമായിരുന്നു. അപ്പോഴും അവരെ വേദനിപ്പിക്കണമെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ നിങ്ങളിങ്ങനെ നിങ്ങളെ തന്നെ സ്വയം വേദനിപ്പിക്കുന്നത് എന്തിനാ? തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് നടക്ക്. നമ്മൾക്ക് കൂടെ ആരില്ലെങ്കിലും നമുക്ക് നമ്മൾ തന്നെ ഏറ്റവും സ്ട്രെങ്ത്തായിട്ട് കൂടെ നിൽക്കണം. ഇത്രയും മനോഹരമായ ഈ ലോകത്ത് ചില നെഗറ്റീവായിട്ടുള്ള ആളുകൾ നമുക്ക് സുന്ദരമെന്ന് തോന്നിപ്പിച്ചെങ്കിലും അതിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കളയന്നെ വേണം. എത്ര മനോഹരമായതാണെങ്കിലും വിഷം പുരണ്ടതാണെങ്കിൽ നമ്മളതിനെ ഭക്ഷിക്കില്ലല്ലോ. ആ ഭക്ഷണത്തിനെ നമ്മൾ വേണ്ടെന്ന് വെക്കില്ലേ? അതുമാതിരി എത്ര മനോഹരമായതാണെങ്കിലും വിഷം പുരണ്ടതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ മാറ്റി നിർത്തുക തന്നെ വേണം. ഓക്കെ, താങ്ക് യു.